ഇതാണ് മീനാക്ഷി. ഒരു കാലത്ത് ഭയങ്കര പ്രതാപശാലികളായിരുന്ന ദിവാകര മേനോന്റെയും പാർവതിയുടെയും ഏകമകൾ. ബിസിനസ്സുകൾ ഓരോന്നായി നഷ്ടപ്പെട്ടതോടുകൂടി മേനോൻ കിടപ്പിലുമായി. പലതരം ചികിത്സകൾ ചെയ്തിട്ടും അദ്ദേഹത്തിന് ഒരു രക്ഷയുമില്ലായിരുന്നു. പക്ഷേ ഓരോരോ വസ്തുക്കളായി വിറ്റതും ബിസിനസ്സുകൾ നഷ്ടപ്പെട്ടതും മാത്രം മെച്ചമായി. അമ്മയാവട്ടെ ഒരു പാവം വീട്ടമ്മയും. എങ്ങനെയെങ്കിലും ഡിഗ്രി മാത്രം കംപ്ലീറ്റ് ആകിയ അവൾ അത് വെച്ചിട്ടുള്ള ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചു തുടങ്ങി. പത്രത്തിൽ കാണുന്ന ഓരോ ഇൻ്റർവ്യൂകളും അവൾ സസൂക്ഷ്മം വായിക്കുകയും അപ്ലൈ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഒന്നും എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ള പേരിൽ അവൾക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെയിരിക്കെ അവളുടെ ഒരു സുഹൃത്ത് ഒരു പുതിയതായി തുടങ്ങിയ ചെരുപ്പ് ഫാക്ടറിയുടെ കാര്യം പറഞ്ഞു. നീ ഒന്ന് അവിടെ പോയി അന്വേഷിച്ച് നോക്ക്, മാനേജരെ കണ്ട് സംസാരിക്കൂ, ചിലപ്പോൾ നിനക്ക് കിട്ടിയേക്കും എന്ന് പറഞ്ഞു. ആ പ്രകാരം അവൾ അവിടെ വരികയും ആ ജോലി അവൾക്ക് തന്നെ കിട്ടുകയും ചെയ്തു. അവൾ ശരിക്കും സന്തോഷവതിയായി. കാരണം അവൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സാലറി അവൾക്ക് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവളുടെ ജീവിതം പതിയെ മെച്ചപ്പെടാൻ തുടങ്ങി. അച്ഛൻ്റെ ചികിത്സയ്ക്കും അത്യാവശ്യം പൈസ ഉണ്ടാക്കാൻ പറ്റി. വീട്ടിലെ കാര്യങ്ങളും നല്ല രീതിയിൽ. ആ സന്തോഷത്തിന് അധികം ആയുസുണ്ടായില്ല. ഒരു ഇടിവെട്ട് പോലെ ആ നോട്ടീസ് അവളുടെ കയ്യിലെത്തി. ബാങ്കിൽ നിന്നുള്ള ജപ്തി നോട്ടീസ്. ധാരാളം സ്വത്തുക്കളുണ്ടായിരുന്ന അവൾക്കിനി സ്വന്തമായെന്ന് പറയാൻ ഈ വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വീടാണ് ഇപ്പോൾ ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നത്. അതും ചെറിയ എമൗണ്ട് അല്ല. ഏകദേശം 15 ലക്ഷം രൂപയെങ്കിലും അടച്ചെങ്കിലേ ഈ ജപ്തി ഒഴിവാക്കാൻ പറ്റൂ. അവളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത ഒരു വലിയ തുകയായിരുന്നു അത്. അവൾ ആകെ വിഷമിച്ചു. ഒരു പക്ഷേ അവളുടെ വിഷമം ശ്രദ്ധിച്ചിട്ടോ എന്തോ അവിടുത്തെ മാനേജർ അവളോട് വിവരം തിരക്കി. ഒന്നുമില്ല സാർ, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് അവൾ അതിൽ നിന്നും വിദഗ്ധമായി ഒഴിഞ്ഞു മാറി. പക്ഷേ ഓരോ നിമിഷവും ചിന്തിക്കുന്നോറും അവൾ നിസ്സഹായായിക്കൊണ്ടേയിരുന്നു. കാരണം സുഖമില്ലാതിരിക്കുന്ന അച്ഛൻ, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാത്ത അമ്മ, ഇവരെ രണ്ടുപേരെയും കൂടി താൻ എവിടേക്ക് പോകും? ആ വീടൂടെ നഷ്ടപ്പെട്ടാൽ അവരുടെ വിഷമം, തൻ്റെ വിഷമം ഒക്കെ ആലോചിച്ചിട്ട് അവൾക്കൊരു എത്തും പിടിയുണ്ടായിരുന്നില്ല. പക്ഷേ മാനേജർക്ക് അവളെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല. അദ്ദേഹം അവളോട് നിരന്തരം ചോദിച്ചു എന്താണ് തൻ്റെ പ്രശ്നമെന്ന്. ഒടുവിൽ അവൾക്ക് പറയേണ്ടി വന്നു ഇതാണ് കാരണമെന്ന്. ഒരുപക്ഷെ ഇത് ഊഹിച്ചതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവങ്ങളൊന്നും തന്നെ അവൾ കണ്ടില്ല. അദ്ദേഹം വളരെ കാഷ്വലായി ഒരു കാര്യം പറഞ്ഞു. കുട്ടി, നീ വിഷമിക്കണ്ട, നിന്റെ ഈ കടം നമ്മുടെ കമ്പനി വീട്ടും. അത് കേട്ടതും അവൾ ഞെട്ടിപ്പോയി. അവൾ ഉടനെ തന്നെ പറഞ്ഞു, സാർ ഒരിക്കലും വേണ്ട, അതിൻ്റെ ആവശ്യമേ ഇല്ല. ഈ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ സാറിനോട് ഇത് പറയാഞ്ഞത് പോലും. അവൾ എത്ര ആലോചിച്ചിട്ടും ഒരു ഉത്തരം കിട്ടിയില്ല. വളരെ കുറച്ചുനാൾ മാത്രം പരിചയമുള്ള എനിക്ക് വേണ്ടി കമ്പനി മാനേജ്മെൻറ്റ് എന്തിനാണ് ഇത്രയും വലിയൊരു എമൗണ്ട് ചെലവാക്കുന്നത്? പക്ഷേ അവളുടെ ആ വിസമ്മതം അപ്പോൾ തന്നെ മാനേജർ ആരെയോ വിളിച്ചറിയിക്കുന്നുണ്ടായിരുന്നു. മാനേജർ പലതരത്തിൽ അവളോട് പറഞ്ഞു, കുട്ടി, ദേവൻ സാറ് മനസ്സറിഞ്ഞ് നിന്നെ സഹായിക്കുന്നതാണ്, നീ അതിലൊന്നും കരുതണ്ട. അവൾ പക്ഷേ ചിന്തിച്ചത്, തന്നെ ഒരു പരിചയമില്ലാത്ത ഇത്രയും വലിയ പണക്കാരനായ എം ഡി എനിക്ക് വേണ്ടി എന്തിനാണ് ഇത്രയും വലിയൊരു എമൗണ്ട് മുടക്കുന്നതെന്നാണ്. അവൾക്ക് അതിനൊരു ഉത്തരം കിട്ടിയതേയില്ല. പക്ഷേ അതിനു പിന്നിൽ ഒരു കഥയുണ്ട്.